നമസ്കാരം. ഇറാനെ ചുട്ടരിക്കാൻ ട്രംപ്, ആയത്തുള്ള ഖമേനിയെ പിടികൂടാൻ അമേരിക്കൻ സേന. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ രൂപം കൊണ്ട പ്രതിഷേധം കനക്കുന്നതിനിടെ ലോകത്ത് ആശയക്കുഴപ്പം ശക്തമാകുന്ന നിലയിലേക്ക് എത്തുന്നു. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുമോ എന്ന കടുത്ത ആശങ്കയിലാണ് ലോകം. ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുന്നു എന്നാരോപിച്ച് ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകിക്കൊണ്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആവനാഴിലെ അവസാനത്തെ അസ്ത്രവും പുറത്തെടുക്കാൻ ഒരുങ്ങുന്നു. ഇറാനിലെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന ഇറാൻ ഭരണകൂടത്തെ പാഠം പഠിപ്പിക്കുവാൻ സൈനിക നീക്കത്തിനുള്ള പച്ചക്കൊടി ട്രംപ് ഏത് നിമിഷവും നൽകിയേക്കുമെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള സൂചനകൾ. അതിനുള്ള പ്ലാൻ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന സൈനിക കേന്ദ്രങ്ങൾക്കും ഭരണകൂടത്തിന്റെ താവളങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണം നടത്തുവാനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷനുകൾ ട്രംപിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വിവരം. പ്രതിഷേധക്കാരെ വെടിവെച്ചാൽ നോക്കി നിൽക്കില്ല എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് വെറും വാക്കല്ല എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവർത്തിക്കുകയും ചെയ്യുന്നു. വിലക്കയറ്റവും പട്ടിണിയും സഹിക്കവയ്യാതെ ഇറാനിലെ സാധാരണക്കാർ തെരുവിലിറങ്ങിയതോടെ രാജ്യം കത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ. ഇന്റർനെറ്റ് വിച്ഛേദിച്ചും സ്ത്രീകളെയും യുവാക്കളെയും കൂട്ടക്കൊല ചെയ്തും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ആയത്തുള്ള ഖമേനിയെ ദൈവത്തിന്റെ ശത്രു എന്ന് വിളിച്ചാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ നേരിടുന്നതും. ഇതിനിടയിലാണ് ട്രംപിന്റെ മാരകമായിട്ടുള്ള സൈനിക നീക്കം വരുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞ അമേരിക്കൻ കരുത്ത് ലോകം കണ്ടതാണ്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. B2 സ്പിരിറ്റ് ബോംബറുകളും ടോമഹോക്ക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാന്റെ അഹങ്കാരമായിരുന്ന ആണവ പ്ലാന്റുകളാണ് അന്ന് ട്രംപ് ചാരമാക്കിയത്. ഇത്തവണ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. അമേരിക്ക തൊട്ടാൽ ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിലെ US ബേസുകളെയും ചുട്ടുചാമ്പലാക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. എന്നാൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ തന്നെ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ ഭീഷണി വെറും പാഴ്വാക്കാകാനാണ് സാധ്യതയെന്ന് പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തുന്നുമുണ്ട്. ഇറാന്റെ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകൾ ഇറാനെതിരെയുള്ള സംയുക്ത നീക്കത്തിന്റെ സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. അതേസമയം പ്രതിഷേധം കനക്കുന്നതിനിടെ രാജ്യത്തേക്ക് മടങ്ങി വരുന്നെന്ന സൂചന നൽകിക്കൊണ്ട് ഇറാനിലെ മുൻ കിരീടാവകാശി റസ പഹ്ലവിയും രംഗത്ത് വന്നു കഴിഞ്ഞു. സാമൂഹിക മാധ്യമമായിട്ടുള്ള എക്സിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. തെരുവുകളിൽ നിന്ന് പിന്മാറരുത് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പഹ്ലവി ഉടൻ താൻ അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 പതിറ്റാണ്ടോളമായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പഹ്ലവി ഇറാനിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രക്ഷോഭകർ. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഇറാനിലെ അവസാന ഷായുടെ മകനാണ് 65-കാരനായിട്ടുള്ള റിസ പഹ്ലവി. രാജഭരണം തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നില്ല എന്ന സൂചനകൾ നേരത്തെ റിസ പഹ്ലവി സൂചന നൽകിയിരുന്നു. തെരുവുകളിലെ ജനക്കൂട്ടം ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തെയും അടിച്ചമർത്തലിനെയും ദുർബലപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് പഹ്ലവി പറയുന്നത്. തെരുവുകളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിടുവാൻ ആവശ്യമായിട്ടുള്ള കൂലിപ്പടയാളികളെ കണ്ടെത്താൻ ഇസ്ലാമിക റിപ്പബ്ലിക്കൻ ബുദ്ധിമുട്ടുകയാണ്. ഇതിന് വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിരവധി സായുധ സുരക്ഷാ സേനാംഗങ്ങൾ അവരുടെ ജോലി സ്ഥലങ്ങൾ ഉപേക്ഷിക്കുകയോ ജനങ്ങളെ അടിച്ചമർത്തുവാനുള്ള ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖമേനിക്കായിട്ട് കൂലിപ്പടയാളികൾ മാത്രമാണ്, അല്ലെങ്കിൽ ഖമേനിക്കായിട്ട് അവശേഷിക്കുന്നത് ഒരു വിഭാഗം അക്രമകാരികളായിട്ടുള്ള കൂലിപ്പടയാളികൾ മാത്രമാണ് എന്നുള്ളതാണ്. അവർ അവരുടെ കുറ്റവാളിയായ നേതാവിനെ പോലെ ഇറാനിയൻ അല്ലാത്തവരും ഇറാൻ വിരുദ്ധരുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ മഹത്തായ രാഷ്ട്രത്തെ ശത്രുക്കളാക്കി കാണുന്ന തരത്തിലേക്ക് അവർ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പഹ്ലവിയുടെ വാദം. അതായത് ഒരു രാഷ്ട്രത്തിൽ ഖമേനിയെ പോലുള്ള ആളിന്റെ ആവശ്യകത ഇല്ല എന്നാണ് പഹ്ലവി പറഞ്ഞു വെക്കുന്നത്. പ്രക്ഷോഭകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തനിച്ചു നീങ്ങരുത് എന്നും ജീവന് അപകടമുണ്ടാക്കുന്ന മറ്റു വഴികൾ ഒഴിവാക്കണമെന്നും പഹ്ലവി പ്രക്ഷോഭകരോട് ആവശ്യപ്പെടുന്നുമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നറിയുക. ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സഹപൗരന്മാർ അഭിമാനത്തോടെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയാണ് എന്നുള്ളത് ഓർക്കുക. അവരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ടെലിവിഷൻ സ്ക്രീനുകളിൽ കാണാൻ സാധിക്കുമെന്നും ലോകം ഇന്ന് നിങ്ങളുടെ ദേശീയ വിപ്ലവത്തോടൊപ്പം നിൽക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ധൈര്യത്തെ അഭിനന്ദിക്കുന്നുവെന്നും പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപ് സ്വതന്ത്ര ലോകത്തിന്റെ നേതാവ് എന്ന നിലയിൽ നിങ്ങളുടെ അപാരമായ ധൈര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പഹ്ലവി പറയുന്നത്. അതായത് തെരുവുകൾ ഉപേക്ഷിക്കരുത്, എന്റെ ഹൃദയം നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ ഉടനെ നിങ്ങളുടെ അരികിലേക്ക് എത്തുമെന്ന് പറയുന്ന പഹ്ലവിയുടെ വാക്കുകളിൽ പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്ന ഇറാൻ നേതാവ് ആയത്തുള്ള ഖമേനിയെ പിടിച്ചുകെട്ടുക എന്നുള്ളത് തന്നെയാണ്.
ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിച്ചതോടെ ഇറാനിലെ പ്രക്ഷോഭകരുടെ മരണസംഖ്യ എന്ന് പറയപ്പെടുന്നത് 200 കടന്നതായിട്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ടെഹ്റാനിലെ 6 ആശുപത്രികളിൽ നിന്ന് മാത്രമുള്ള കണക്കാണിത്. ഭൂരിഭാഗവും വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. മനുഷ്യാവകാശ സംഘടനകൾ കുറഞ്ഞ മരണസംഖ്യയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രതിഷേധം ആരംഭിച്ചത് മുതൽ ഏകദേശം 63 മരണം സംഭവിച്ചു എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. പക്ഷെ അത് ഏകദേശം 200 കവിഞ്ഞതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യത്തെ മുഴുവൻ ഇന്റർനെറ്റും ഫോൺ കണക്ഷനുകളുടെ ഒക്കെ ഭരണകൂടം നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇറാനിൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് ഭരണകൂട വിരുദ്ധ വലിയ പ്രക്ഷോഭമായിട്ട് പരിണമിച്ചത് എന്നുള്ളതാണ്. 1979 മുതൽ ഇറാന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രക്ഷോഭകർ ശക്തമായി ഉന്നയിക്കുന്നത് എന്നാണ്. സ്വാതന്ത്ര്യം, ഏകാധിപതിക്ക് മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടുകൂടിയാണ് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അധികാരികൾ ആശുപത്രികളിൽ നിന്ന് മൃതദേഹങ്ങൾ നീക്കം ചെയ്തതായിട്ട് ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് വിവരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മരണം അവിടെ സംഭവിക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, കൊന്നു തള്ളുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ് എന്നും ഇതിൽ വടക്കൻ ടെഹ്റാനിലെ ഒരു പോലീസ് സ്റ്റേഷനും പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നേരെ മെഷീൻ ഗൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനകത്ത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരികയും ചെയ്യുന്നത്. അങ്ങനെ പൊതുജനങ്ങളുടെ രോഷത്തോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭീഷണികൾക്കുമിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇറാൻ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിഷേധവുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്യുന്നതോടുകൂടി അവസ്ഥ അപകടകരമാവുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലും അമേരിക്കയുമായിട്ട് ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഇറാന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയപ്പെടുന്നത് വളരെ വഷളാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പൊതുജനം ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഏത് വിധേനയും പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇറാനെ ചുട്ടരിക്കുക എന്നൊരു സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇതൊരു സുവർണ അവസരമാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം മാക്സിമം മുതലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇറാനെ ഏത് വിധേനയും ചുട്ടരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുവിക്കാനും ഒപ്പം തന്നെ പ്രക്ഷോഭകാരികൾക്ക് കൂടുതൽ വീര്യം പകരുവാനുമുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തുന്നത്. മാത്രമല്ല ആയത്തുള്ള ഖമേനിയെ അമേരിക്കൻ സേന പിടികൂടാൻ പോകുന്നു, അല്ലെങ്കിൽ ആയത്തുള്ള ഖമേനിയെ ജീവനോടുകൂടി പിടികൂടി എങ്ങനെയാണോ വെനസ്വേലയിലെ നിക്കോളസ് മഡൂറയെ പുറത്താക്കിയത് ആ തരത്തിലൊരു സംവിധാനം ആയത്തുള്ള ഖമേനിയിലും ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നാട് കടത്തുക ഖമേനി എന്നുള്ളൊരു തന്ത്രമാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ആയത്തുള്ള ഖമേനിയെ പിടിച്ചടക്കുന്നത് വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്നു എന്നാണ് പറയേണ്ടത്. മാത്രമല്ല പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പലരും അവിടേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ പിന്തുണ മുൻപ് ഇവരോടൊപ്പം നിന്നിരുന്ന പലരും പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടുവരുന്നു. മാത്രമല്ല പലരുടെയും കടന്നുവരവ് പ്രക്ഷോഭകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിക വിപ്ലവത്തിന്റെ 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ഇറാനിലെ അവസാനത്തെ ഷായുടെ മകനായിട്ടുള്ള റിസ പഹ്ലവി അടക്കമുള്ളവരുടെ ഇടപെടലുകളും ഇറാനിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ ഏത് വിധേനയും ചുട്ടരിക്കാൻ ലഭിക്കുന്ന ഈ അവസരത്തെ അമേരിക്ക മുതലാക്കുക തന്നെ ചെയ്യും. കൂടാതെ ആയത്തുള്ള ഖമേനി എന്ന് പറയപ്പെടുന്ന ഏകാധിപതിയെ പിടിച്ചുകെട്ടുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ നിന്നും നാട് കടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യുദ്ധത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നത്.